ഹരേ കൃഷ്ണ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 28-ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനത്തിൻ്റെ ആവശ്യമെന്ത്? അത് പറഞ്ഞിട്ടാണ് അതിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ നടത്തിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത്. 29-ാമത്തെ ശ്ലോകം എല്ലാവരും ഏറ്റുപറയുക. ആശ്ചര്യവത് പശ്യതി കച്ചിദേന ആശ്ചര്യവദ്വദതി തദൈവ ചാന്യ ആശ്ചര്യവച്ചൈനം മന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കച്ചിത്. ആശ്ചര്യവത് പശ്യതി കച്ചിദേന ആശ്ചര്യം അദ്വതി തദൈവ ചാന്യ ആശ്ചര്യ വച്ചൈ നമന്യ ശൃണോതി ശ്രുത്വാ പേനം വേദന ചൈവ കച്ചിത്. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് എന്താണ്? അതിശയിപ്പിക്കുന്ന ഒന്നാണ്, അല്ലേ? ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. ആശ്ചര്യവത് പശ്യതി കച്ചിദേന. പിന്നെയോ ചിലരതിനെ ആശ്ചര്യ വദ്വദതി തദൈവ ചാന്യ, ചിലരതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു. ആശ്ചര്യ വച്ചൈനമന്യ ശൃണോതി, മറ്റു ചിലരതിനെ ആശ്ചര്യപൂർവം കേൾക്കുന്നു. ചിലരാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിൽ ഏതാണ്? നമ്മളെ ഇത്രയും പേരെ ഏതിൽ പെടുത്താം? അതെ, ആശ്ചര്യപൂർവം കേൾക്കുന്ന ഒരു ആത്മാവിനെ പറ്റി, അല്ലേ? നമ്മളെ പറ്റി നമ്മൾ ജനിച്ചത് മുതല് നമുക്കറിയത്തില്ല നമ്മൾ ആരാണ്. പലരും അറിയാതെ മരിച്ചു പോകുന്നുണ്ട്, അല്ലേ? ഒരുപാട് പേര് നമ്മൾ ആരാണ് എന്ന് അറിയാതെ മരിച്ചു പോകുന്നുണ്ട്. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്ന്, ചിലര് ആശ്ചര്യകരമായിട്ട് അതിനെ വർണ്ണിക്കുന്നു. അറിയാവുന്ന ആചാര്യന്മാര് ആത്മാവ് എന്താണ് ഏതാണ് എന്നൊക്കെ. മറ്റു ചിലര് ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. നമ്മൾ ദിവസവും കേൾക്കുകയാണ് ആത്മാവിനെ കുറിച്ച്. മറ്റു ചിലരാവട്ടെ കേട്ടിട്ടും ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനവർക്ക് അതിനുള്ള ഭാഗ്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയില്ല. ഉണ്ടായിട്ടും അവര് എന്താണ്? ഈ ശരീരമാണ് വലുത്, ശരീരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നെട്ടോട്ടത്തിലാണ്. ആശ്ചര്യപൂർവ്വം കേൾക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ഇപ്പം ഭഗവത്ഗീത ഉപനിഷത്തുകളിലെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്നതിനുള്ള തെളിവാണ് കഠോപനിഷത്തില് ഒരു ശ്ലോകമുണ്ട്. ആത്മാവിനെ കുറിച്ച് കേൾക്കാൻ പോലും ഭാഗ്യം ലഭിക്കാത്തവർ അനേകമുണ്ട്. അത് തന്നെയാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. കേട്ടാൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവരും ഒരുപാടുണ്ട്. ആത്മാവിനെ കുറിച്ച് വിവരിക്കാൻ കഴിയുന്ന വ്യക്തിയും അത് നേടിയെടുക്കുന്നവനും എന്താണ്? അത്ഭുതകരമായ കഴിവുള്ളവരാണ്. അത്രയും ദുർലഭം, അത്രയും കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആത്മാവിനെ കുറിച്ച് കേൾക്കാനും അത് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് സാധിക്കൂ. അത്രയും ഭാഗ്യം ചെയ്തവർക്ക് മാത്രം. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവത്ഗീത പൂർണ്ണമായിട്ടും കേട്ട് പഠിക്കണം. അത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലെ ആദ്യ ജീവാത്മാവായിട്ടുള്ള ബ്രഹ്മാവ് പോലും അറിവ് പകർന്നു നൽകിയ പരമാധികാരി വിവരിച്ചു തന്നാൽ പോലും പലർക്കും ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതായത് ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മാവ്, എല്ലാവർക്കും അറിവ് നൽകിയ ബ്രഹ്മാവ് ഇറങ്ങി വന്നിട്ട് നമുക്ക് വിവരിച്ചു തന്നാൽ പോലും എന്താണ്? നമ്മൾ അതിനെ ഉൾക്കൊള്ളില്ല, അല്ലേ?
നമ്മൾ പറയും അത് ചുമ്മാതെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാട്ടിന് കൂടും. അതല്ലേ പറയുന്നത്, ദൈവം വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പം ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? അത്ഭുതകരമാണ് ആത്മാവിന്റെ അവസ്ഥ. ആനയിലും ഉറുമ്പിലും ഒരേപോലെ വസിക്കുന്ന ആത്മാവിന്റെ വലിപ്പം എന്താണ്? വലിപ്പവും ശേഷിയും മനുഷ്യബുദ്ധിക്ക് അവിശ്വസനീയമാണ്. മനുഷ്യബുദ്ധിക്ക് വിശ്വസിക്കുന്നതിനും അപ്പുറമാണ്. അപ്പം ഇത് മനസ്സിലാക്കാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് പലർക്കും വരുന്നത്? എന്തൊക്കെയാണ് ഇത്? നമ്മളിപ്പോൾ ഒരു ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ ആരാണ് എന്ന് ഒരാൾ പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ ആത്മാവിന്റെ അവസ്ഥ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ആ ഭൗതിക സുഖങ്ങളോടുള്ള അമിതമായ താല്പര്യം. ആ ഭൗതിക സുഖങ്ങളോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം കാരണം എന്ത് പറ്റുന്നു? ആത്മീയ കാര്യങ്ങള് ശ്രദ്ധിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല. ശരിയല്ലേ? കുടുംബം, അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, പിന്നെയോ മറ്റ് സുഖസൗകര്യങ്ങള്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, കൂട്ടുകാര്, ഭക്ഷണം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ഇതിന്റെ എല്ലാം പുറകില് ഇതിന്റെ എല്ലാം അമിതമായിട്ടുള്ള താല്പര്യമാണ്. ആ താല്പര്യം കാരണം എന്ത് പറ്റുന്നു? ആത്മീയമായ കാര്യങ്ങളില് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കുന്തി സ്തുതിയിൽ കുന്തി മാത തന്നെ പറയുന്നല്ലേ, കണ്ടിട്ടില്ലേ, എല്ലാ ഭൗതികപരമായിട്ടുള്ള ബന്ധങ്ങളും മുറിച്ചു തരണേ ഭഗവാനെ. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്താണ്? ആരോടും അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വെക്കാതിരുന്നാൽ മതി. എല്ലാം വേണം, കുടുംബ ബന്ധങ്ങളും എല്ലാം വേണം. പക്ഷേ നമ്മുടെ അസ്തിത്വത്തെ തിരിച്ചറിയണം. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. എങ്കിലേ എന്ത് പറ്റൂ? പരമമായിട്ടുള്ള ആനന്ദം ഈ ഒരു ദുഃഖക്കടലിൽ നിന്ന്, ഈ സംസാര സാഗരത്തിൽ നിന്ന്, ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ആത്മാവിനെ കുറിച്ച് ശരിയായി അറിയുന്നവരും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരും എന്ത് വളരെ ചുരുക്കമാണ്. പലരും ഇരുന്ന് പലതും പറയാറുണ്ട് ആത്മാവിനെ കുറിച്ച്. പക്ഷേ കാര്യത്തോടടുക്കുമ്പം എന്താണ്? അവരുടെ വഴിക്ക് പോകും. ആത്മാവിനെ കുറിച്ച് ഏത് വഴിയാണ് അറിയേണ്ടത്? ഒരു ശരിയായ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മാവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അതായത് നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. പരിഹാരം എന്ന് പറയുന്നത് ആത്മാവിനെ അറിയാനും അടിയുറച്ച് വിശ്വസിക്കാനും അല്ലെങ്കിൽ ആത്മീയതയിൽ ഉയരാൻ വേണ്ടിയും ഉള്ള പരിഹാരം എന്താണ്? മറ്റ് സിദ്ധാന്തങ്ങളിൽ കുടുങ്ങാതെ ഭഗവാൻ കൃഷ്ണന്റെ വാക്കുകളെ നേരിട്ട് സ്വീകരിക്കുന്നതാണെന്ത്? ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള എളുപ്പമായ വഴി. ഇവൻ 99% മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരും ഫോളോ ചെയ്യുന്നത് എന്താണ്? അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാരും ശങ്കരാചാര്യ ഫിലോസഫിയാണ്. പക്ഷെ ആ ശങ്കരാചാര്യർ പോലും എന്താണ് പറഞ്ഞത്? ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം. ഏകോ ദേവോ ദേവകീ പുത്ര ഏവ. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആരാണത്? ദേവകിയുടെ പുത്രനായിട്ടുള്ള സാക്ഷാൽ കൃഷ്ണൻ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ. അതായത് ഏത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പാടി നൽകിയ സാക്ഷാൽ ഭഗവത്ഗീത. അപ്പം അത് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഭൗതികതയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള മാർഗം. നമ്മൾ ലോകത്തുള്ള സകല കാര്യങ്ങളും ഗൂഗിളിലും പുസ്തകങ്ങളിലും തിരയാറുണ്ട്. എന്നാൽ ഈ അറിവുകളെല്ലാം നേടുന്ന നമ്മെ എന്താണ്? ഈ അറിവുകളെല്ലാം ഗൂഗിളിൽ കൂടെ പലതിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യും, പേപ്പർ വായിക്കും, പുസ്തകങ്ങൾ വായിക്കും. പക്ഷേ ആത്മാവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം മാറ്റി വെക്കാറുണ്ട്? ജീവിതത്തിൽ 24 മണിക്കൂറാണ് നമുക്കുള്ളത്, അല്ലേ? നമ്മൾ മറ്റുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സമയം മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുന്നുണ്ടോ? നമ്മൾ ആരും സമയം മാറ്റി വെക്കാറില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. 2.30 ദേഹി നിത്യമൗദ്യോ.
ദേഹി നിത്യവിദ്യായം ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. നത്വം ശോചിതുമർഹസി. ദേഹേ നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഹേ ഭാരത, ഹേ ഭാരത, ദേഹി അതായത് ദേഹത്തിൽ വസിക്കുന്ന സത്ത എന്താണ്? അനശ്വരനാണ്. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത, ആ ദേഹത്തിൽ വസിക്കുന്ന ദേഹി ആത്മാവ് അനശ്വരനാണ്. പിന്നെയോ തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല അർജുന എന്നാണ് പറയുന്നത്. എന്താണ്? അതുകൊണ്ട് ഈ ദേഹത്തിൽ വസിക്കുന്ന ആത്മാവ് അനശ്വരനാണ്, മരണമില്ല, നിത്യനാണ്. അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ പറഞ്ഞു, ഒന്നിനെ കൊണ്ടും കൊല്ലുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും എന്ത് വേണം? നീ വ്യസനിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ ആത്മാവിന്റെ അമരത്വത്തെ കുറിച്ചുള്ള തന്റെ ഉപദേശങ്ങൾ ഉപസംഹരിക്കുന്ന ഭാഗമാണ്, ശ്ലോകമാണിത്. മാറ്റമില്ലാത്ത ആത്മാവിനെ കുറിച്ചുള്ള തന്റെ ഉപദേശങ്ങൾ ഭഗവാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ മുന്നോട്ട് മറ്റ് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പം ആത്മാവ് അമരമാണെന്നും ഈ ശരീരം താൽക്കാലികമാണെന്നും വിവിധ രീതിയിൽ വിവരിച്ചുകൊണ്ട് ഭഗവാൻ സ്ഥാപിക്കുകയാണ്. ആത്മാവ് നിത്യനാണ്, ആത്മാവിനെ കൊല്ലുവാൻ സാധിക്കില്ല. അർജുന, നീ നിന്റെ കർമ്മം ചെയ്യണം. അതിനാൽ ആ യുദ്ധത്തിൽ തന്റെ പിതാമഹനായ ഭീഷ്മരും ഗുരുവായ ദ്രോണരും മരിക്കുമെന്ന ഭയത്താൽ ഒരു ക്ഷത്രിയനായ അർജുനൻ തന്റെ ധർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മളും നമ്മുടെ ധർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല. മറ്റു പലർക്കും വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നമ്മുടെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ധർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ തന്നെ പറയാം. അപ്പം ഭൗതിക ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മാവുണ്ടെന്ന് ഭഗവാൻ കൃഷ്ണന്റെ വാക്കിൽമേൽ നമ്മൾ വിശ്വസിക്കണം. അല്ലാതെ ആത്മാവ് എന്നൊന്നില്ല എന്നോ അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ സങ്കലനം വഴി ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവന്റെ ലക്ഷണങ്ങൾ താനേ ഉണ്ടാകുന്നെന്നോ കരുതരുത്. ആത്മാവ് അമരമാണെന്നും അനാവശ്യമായ ആക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ യുദ്ധസമയത്ത് നീതിപൂർവമായ ആവശ്യമുണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. ആ ആവശ്യം ഭഗവാന്റെ അനുമതിയോടെ ഉള്ളതായിരിക്കണം. കേട്ടില്ലേ? യുദ്ധം ചെയ്യാൻ പറയുന്നു, അല്ലാതെ നാളെ നമ്മൾ ചെന്നിട്ട് യുദ്ധം ചെയ്യരുത്, ആത്മാവിനൊരു കുഴപ്പമില്ല എന്ന്. പക്ഷേ എന്താണ് അതിനെന്ത് ആവശ്യമുണ്ട്? ആ ഭഗവാന്റെ അനുമതിയോടുകൂടി ആയിരിക്കണം. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കരുത്. ഇത്രയും സംഗതികളിൽ നിന്ന്, ഇത്രയും ശ്ലോകത്തിൽ നിന്ന് 2-ാം അധ്യായത്തില് 30-ാമത്തെ ശ്ലോകം വരെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയത്? ആത്മാവ് നിത്യവും പിന്നെയോ ശരീരം നശ്വരമാണെന്ന അറിവുമാണെന്ത് ഭഗവാൻ നൽകുന്നത്. ധർമ്മം ബന്ധുക്കളോടുള്ള വൈകാരികമായ അടുപ്പത്തേക്കാൾ ഒരു വ്യക്തി തൻ്റെ ധർമ്മത്തിന്, കടമയ്ക്ക് വേണം? മുൻഗണന നൽകണം. ജീവൻ എന്നത് ഒരു രാസപ്രവർത്തനമല്ല, മറിച്ച് ആത്മീയമായ ഒന്നാണെന്ത്? നമ്മുടെ ജീവൻ, ആത്മാവ്. അക്രമം പൊതുവെ തെറ്റാണെങ്കിലും ധർമ്മം നിലനിർത്താൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുദ്ധം ചെയ്യുന്നത് തെറ്റല്ല. അർജുനനോട് പറഞ്ഞത്. പക്ഷെ നമ്മളോട് എന്താണ് നമ്മുടെ ധർമ്മം പറയുന്നത്? കലിയുഗത്തിലെ നാമം ജപിക്കാൻ. ഈ കാര്യങ്ങള് ഓർത്തിരിക്കുക. സീതാദേവിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ലങ്കയിലേക്ക് കടക്കാൻ വേണ്ടി ഈ വാനരപ്പട, നമുക്കറിയാം, ഒരു ചിറ പോലെ ഒരു രാമസേതു എപ്പോഴും ചെന്നാൽ കാണാം. ഇത് കെട്ടുകയുണ്ടായി, ഒരു പാലം പണിയുകയുണ്ടായി. ഹനുമാനും സുഗ്രീവനും ഉൾപ്പെടെ നീലനും
ആ ഉൾപ്പെടെയുള്ള എല്ലാ വാനരന്മാരും വലിയ വലിയ മലകളും പാറക്കല്ലുകളും ചുമന്നുകൊണ്ടുവന്ന് എവിടെ നിക്ഷേപിച്ചു? കടലിൽ നിക്ഷേപിക്കുന്നു. എല്ലാവരും വലിയ ആവേശത്തില്. കാരണം എന്താ? ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യുകയാണ്. അവരെ കൊണ്ടാവുന്നത് പോലെ അവരെല്ലാം ഓടി നടന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു. ഈ സമയത്ത് ദൂരെ നിന്ന് ശ്രീരാമചന്ദ്രമൂർത്തി ഒരു കാഴ്ച കണ്ടു. എന്താ? ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ കടൽ തീരത്തൂടെ ഓടി നടക്കുന്നു. അത് ഓരോ തവണയും കടൽ വെള്ളത്തിൽ മുങ്ങുന്നു. എന്നിട്ടെന്ത്? മണലിൽ പോയിട്ട് ഉരുളുന്നു. ആ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച മണൽത്തരികളുമായി അത് നേരെ വന്ന് എന്താണ്? ആ ചിറ കെട്ടുന്ന പാറക്കല്ലിന്മേല് പോയി മണല് കുടഞ്ഞിടുന്നു. വീണ്ടും ഓടിപ്പോയിട്ട് അതേ പ്രവൃത്തി തന്നെ ചെയ്യുന്നല്ലേ. വീണ്ടും ഓടിപ്പോകുന്നു, വെള്ളത്തിൽ പോകുന്നു, വീണ്ടും വന്ന് മണലിൽ ഉരുളുന്നു. അതേപോലെ വന്ന് ആ പാറക്കെട്ടില് ആ മണല് തട്ടിയിടുന്നു. ഇത് കണ്ടിട്ട് ഈ വാനരന്മാർ ചിരിക്കാൻ തുടങ്ങി. ചെറിയ ജീവി, നീ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യം. ഞങ്ങള് വലിയ വലിയ പാറകൾ വെച്ച് പാലം പണിയുമ്പോഴ് നിന്റെ ഈ 4 മണൽത്തരികൾ എന്തിന് സഹായിക്കാനാണ്? വഴിയിൽ നിന്ന് മാറി നിൽക്കൂ. അങ്ങനെ ആ അണ്ണാറക്കണ്ണനെ അവര് പരിഹസിച്ചു വിടും. സങ്കടത്തോടെ അണ്ണാറക്കണ്ണൻ രാമന്റെ അടുത്ത് ചെല്ലും. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് ചെന്നിട്ട് ഭഗവാൻ രാമൻ അതിനെ കൈവെള്ളയിലെടുത്ത് തലോടിക്കൊണ്ട് വാനരന്മാരോട് പറയും, എന്താണ്? നിങ്ങൾ ഈ അണ്ണാറക്കണ്ണനെ പരിഹസിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കരുത്തിനനുസരിച്ച് വലിയ വലിയ പാറകൾ ചുമന്നുകൊണ്ടുവരും. എന്നാൽ ഈ ചെറിയ ജീവി അതിൻ്റെ പരമാവധി കരുത്തെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ പാലത്തിനായിട്ട് മണൽ കൊണ്ടുവരുന്നു. നിങ്ങളുടെ ഈ വലിയ പാറകളെ തമ്മിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ അണ്ണാറക്കണ്ണൻ കൊണ്ടുവരുന്ന മണൽത്തരികളാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്ന കടമകൾ എന്താണ്? ഒരുപോലെ വിശുദ്ധമാണ്. അപ്പം ശ്രീരാമചന്ദ്രമൂർത്തി ആ അണ്ണാറക്കണ്ണൻ്റെ പുറത്ത് സ്നേഹത്തോടെ 3 വിരലുകൾ കൊണ്ട് തലോടും. ആ സ്പർശനത്തിൻ്റെ അടയാളമാണ് ഇന്നും അണ്ണാറക്കണ്ണന്മാരുടെ പുറത്തുള്ള 3 വരകളെന്നാണ് വിശ്വാസം. ഈ കഥ നൽകുന്ന സന്ദേശം, കഥ പറയാൻ കാരണം എന്താ? കടമ ചെയ്യുന്ന വലിപ്പമല്ല പ്രധാനം, പിന്നെയോ നമ്മൾ ചെയ്യുന്ന ജോലി വലുതോ ചെറുതോ എന്നതല്ല, മറിച്ച് അത് എത്രത്തോളം ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഈ കഥ പറയാൻ കാരണം പലർക്കും ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്, കടമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയമുണ്ടാകില്ല അല്ലേ? വീട്ടിലെ സാഹചര്യങ്ങൾ, പല സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷേ നമ്മുടെ ആത്മാർത്ഥത ഭഗവാൻ കാണണം. അത്രയും സാഹചര്യത്തിലും ആ ഭഗവാന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാൻ, ബുദ്ധിമുട്ടി മാറ്റിവെക്കുന്ന ആ ഒരു ആത്മാർത്ഥത അല്ലേ, അതാണ് നമ്മൾ ചെയ്യുന്ന ജോലി വലുതാണോ ചെറുതാണോ എന്നല്ല, പക്ഷെ അത് എത്രത്തോളം ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഇപ്പം പലർക്കും 24 മണിക്കൂർ സമയം ഉണ്ടായിരിക്കാം അല്ലേ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനും നാമം ജപിക്കാനും ഒക്കെ തന്നെ, കടമകൾ ചെയ്യാനും ഒക്കെ, ധർമ്മം ചെയ്യാനും ഒക്കെ. പക്ഷെ അവരെന്ത് ചെയ്യും? പല പല കാരണങ്ങൾ നിരത്തിയിട്ട് അതിനെ ഒഴിവാക്കി വിടും. എനിക്ക് ആ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ല, ഈ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷേ ഭഗവാൻ എന്താണ്? ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും കുറച്ച് സമയമെങ്കിലും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആ ഭഗവാന്റെ ആ നമ്മുടെ ധർമ്മം അനുഷ്ഠിച്ചാൽ ഭഗവാൻ നമുക്ക് ഫുൾ ടൈം അത് ചെയ്യാനുള്ള അനുവാദം ഭഗവാൻ ഒപ്പിച്ചു തരും. പിന്നെ ഇവിടെ സ്വധർമ്മം. അർജുനൻ ഒരു ക്ഷത്രിയനാണ്. യുദ്ധം ചെയ്യുക എന്നത് അയാളുടെ കടമയാണ്. അണ്ണാറക്കണ്ണൻ ചെയ്തതുപോലെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ കഴിവിൻ്റെ പരമാവധി ധർമ്മത്തിനായി വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഫലം എന്തുമായിക്കോട്ടെ അതല്ല ചിന്തിക്കണം, പക്ഷെ തൻ്റെ കഴിവിൻ്റെ പരമാവധി ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുക. ഈശ്വരന്റെ പ്രീതി. അഹങ്കാരമില്ലാതെ സ്വന്തം കടമ ചെയ്യുന്നവനെ ദൈവം എന്താണ്? എപ്പോഴും അനുഗ്രഹിക്കും. അഹങ്കാരം ഉണ്ടാവരുത്. അതിൻ്റെ സംഗ്രഹം ഇത്രയുള്ളു. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ചെറുതായി തോന്നിയേക്കാം, പക്ഷെ അത് നമ്മുടെ ധർമ്മമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്ത് വേണം? അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അർജുനനോട് കൃഷ്ണൻ പറഞ്ഞതും ഇത് തന്നെയാണ്. യുദ്ധത്തിൻ്റെ ഫലം എന്തുമാകട്ടെ, നിന്റെ കടമ നീതിക്ക് വേണ്ടി പോരാടുക എന്നതാണ്. ഇതായിരിക്കണം ആ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ഈ ഒരു ശ്ലോകത്തിലൂടെ എന്താണ്? ആത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്.
നീ എന്തൊക്കെ ചെയ്യണം, നിന്റെ കടമ എന്താണ്, നിന്റെ ധർമ്മം എന്താണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്, നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു അധ്യായത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, എന്ത്? പഴയ ഉടുപ്പുകൾ മാറി പുതിയവ എടുത്ത് അണിയുന്നത് പോലെയാണ് എന്ത്? ശരീരം മാറുന്നത് എന്ന്, അല്ലേ? ആത്മാവ് പുതിയ ദേഹം സ്വീകരിക്കുന്നു. ആ ആത്മാവിന് മരണമല്ല അവിടെ സംഭവിക്കുന്നത്. ആത്മാവ് എവിടെ പോകും? ആ ദേഹം ഉപേക്ഷിച്ച് അടുത്ത ശരീരത്തിൽ പോലും. എങ്ങനെ? കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? അതുവരെ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പോകും. നമുക്ക് കർമ്മത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം. എന്താണ് കർമ്മങ്ങൾ? ഏതൊക്കെ കർമ്മങ്ങൾ ഏത് രീതിയിലാണ് നമ്മളെ ബാധിക്കുക എന്നത്. അപ്പം നമ്മുടെ ജീവിതം സുഖദുഃഖങ്ങളുടെ ഒരു സങ്കലനമാണ്. സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ചിലർ ജനിക്കുമ്പോൾ തന്നെ എന്താണ്? ദാരിദ്ര്യത്തിലും രോഗത്തിലും ജനിക്കുന്നു. മറ്റു ചിലരോ സകല സൗഭാഗ്യങ്ങളോടുകൂടി ജനിക്കുന്നു. നമുക്ക് ചിന്തിക്കാം, എന്ത്? ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു? എന്നെ എന്ത് പാവപ്പെട്ടവനായിട്ട് ജനിപ്പിക്കുന്നു? അപ്പം അതിനുള്ള ഉത്തരമാണെന്ത്? ഈ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത്. കർമ്മം നാം ഇന്ന് അനുഭവിക്കുന്നത് എന്താണ്? ഇന്നലെ നമ്മുടെ ചെയ്ത പ്രവൃത്തികളുടെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പം ഭഗവത്ഗീതയുടെ നിരീക്ഷണത്തിൽ കർമ്മം എന്ന് പറയുന്നത് നമ്മളിനി അത് വിശദമായിട്ട് പഠിക്കും. 4-ാം അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എന്ത്? കർമ്മണോ ഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണച്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതി. കർമ്മണോ ഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണച്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതി. കർമ്മത്തെക്കുറിച്ചും വികർമ്മത്തെക്കുറിച്ചും അകർമ്മത്തെക്കുറിച്ചും നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം. കാരണം കർമ്മത്തിൻ്റെ ഗതി അത്രമേൽ സങ്കീർണമാണ്. അതാണ് കർമ്മം, വികർമ്മം, അകർമ്മം. 3 രീതിയിലുള്ള കർമ്മങ്ങൾ. അതിൽ ഒന്ന് കർമ്മം. കർമ്മം എന്ന് പറയുന്നത് ശാസ്ത്രം വിധിച്ചിട്ടുള്ള നല്ല പ്രവൃത്തികൾ, അതായത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ അത് ഉൾപ്പെടും. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തില് ശാസ്ത്രം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ജീവിതം. അന്യരെ സഹായിക്കുക, ധർമ്മം ചെയ്യുക, പിന്നെ സത്യം പറയുക, പുണ്യം ഉണ്ടാക്കുക, അല്ലെ? പുണ്യമാർജിക്കുക, പുണ്യം നേടിയിട്ട് നമ്മൾ സ്വർഗത്തിൽ പോവുക. പലരേക്കും എന്താ പറയാ, ദാനധർമ്മങ്ങൾ ചെയ്യുക, പലർക്കും ഭക്ഷണം കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, അഗതി മന്ദിരങ്ങൾ നടത്തുക, അല്ലെങ്കിൽ കുട്ടികളെ എടുത്ത് വളർത്തുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പുണ്യപ്രവൃത്തികൾ അല്ലെങ്കിൽ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നതാണ് കർമ്മം എന്ന് പറയുന്നത്. അച്ഛനമ്മമാരോടുള്ള കർമ്മം, മക്കളോടുള്ള കർമ്മം, ഭർത്താവിനോടുള്ള കർമ്മം, ഭാര്യയോടുള്ള കർമ്മം, ഇതാണ് കർമ്മം എന്ന് പറയുന്നത്. ഇതിനൊക്കെ എന്താണ് ഉണ്ടാവുക? പുണ്യമാണ് ഉണ്ടാവുക. ഇവിടെ സ്വർഗലോകത്തിൽ വരെ പോകാം. ഈ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് എവിടെ വരെ പോകാം? സ്വർഗലോകം വരെ പോകാം. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത പുണ്യത്തിന് ക്ഷീണം സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ പുണ്യം ചെയ്തതിന്റെ ഡിപ്പോസിറ്റ് ചെയ്ത പുണ്യത്തിന്റെ സമയപരിധി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എവിടെ വരണം? ഇവിടെ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ശരീരവുമായിട്ട് നമ്മൾ എവിടെ വരേണ്ടി വരും? ഭൂമിയിൽ വരേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നത്, അബ്രഹ്മ ഭുവനാർ ലോക പുനരാവർത്തനം അർജുന. നീ ഏറ്റവും മുകളിലുള്ള ഭൗതിക ലോകത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള ബ്രഹ്മലോകം വരെ പോയാലും വീണ്ടും പുനരാവർത്തനം അർജുന, നീ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ട് വരുമെന്ന്. അതാണെന്ത്? കർമ്മം, അല്ലേ? മാതാപിതാക്കളെ നോക്കുന്നതും നമ്മൾ തൊഴിൽ ചെയ്യുന്നതും, അപ്പൊ ഇതെല്ലാം പുണ്യം നേടാനുള്ള മാർഗമാണ്. പിന്നെയാണ് രണ്ടെന്ന് വികർമ്മം, അതായത് വിലക്കിയിട്ടുള്ളത്.
ചെയ്യരുതെന്ന് വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിഷിദ്ധ കർമ്മങ്ങൾ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകള്, മോഷണം, അക്രമം, ലഹരി ഉപയോഗിക്കുന്നത്, മാംസാഹാരം തുടങ്ങിയ എല്ലാ അധർമ്മങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം എവിടെ വരും? വികർമ്മങ്ങളിൽ വരും. ഇതെന്താണ് പറ്റുന്നത്? ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? ഇത് പാപമാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്. പാപമുണ്ടാവുകയും നരകതുല്യമായ ദുഃഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രഹ്ലാദ് മഹാരാജ് ഭാഗവതത്തിൽ പറയുന്നത് എന്താ? ഗൃഹമൈതികളെ പോലെ ജീവിക്കുന്നത്. രാവിലെ എണ്ണീക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ഉറങ്ങുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, അല്ലെ? മൃഗങ്ങളെ അല്ലെങ്കിൽ മാംസങ്ങൾ ഭക്ഷിക്കുന്നു, അത് ഭക്ഷിക്കുന്നു, ഇങ്ങനെ മൃഗങ്ങൾക്ക് തുല്യമായിട്ട് ജീവിക്കുന്നത്. അതാണ് വികർമ്മം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്, വിശദമായിട്ട് ആ സമയം വരുന്ന സമയത്ത് നമുക്കത് പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ അറിയാം. ഈ നമ്മള് എന്ത് വികർമ്മം ചെയ്താലും പ്രശ്നം എന്താണ്? നമ്മൾ പറയും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊന്നും ആരെയും ബാധിക്കത്തില്ല, അവരെ ബാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അത് നമ്മൾ തന്നെ അനുഭവിക്കണം. അതുകൊണ്ടാണ് നമ്മൾ തന്നെ കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? കൊന്നാൽ പാപം, കൊല്ലുന്നതിന്റെ പാപം തിന്നു തീർക്കണം. ആ പാപം തിന്നു തീർക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ കൊല്ലുന്ന ആ മൃഗത്തെ ഭക്ഷിക്കണമെന്നല്ല പറയുന്നത്. ആ പാപം നമ്മൾ തിന്നു തീർക്കണമെന്ന് പറയും. അപ്പം ഏറ്റവും വലിയ ഉദാഹരണമാണ് രത്നാകരന്റെ കഥ, അല്ലെ? വാൽമീകി മഹർഷിയുടെ കഥ. അപ്പം പൂർവ്വകാലത്ത് രത്നാകരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മറ്റുള്ളവരെയൊക്കെ കൊള്ളയടിച്ചും പല പ്രവൃത്തികൾ ചെയ്തുമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു വികർമ്മിയായിരുന്നു. പക്ഷേ നാരദ മഹർഷിയോട് പറയും, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്ന്. നാരദ മഹർഷി എന്ന് അവരോട് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഒരു ജ്ഞാനിയായി മാറുന്നത്. അപ്പം കർമ്മഫലത്തിന്റെ ഉത്തരവാദിത്വം, എന്ത് കർമ്മത്തിന്റെ ആയാലും അതിന്റെ ഉത്തരവാദിത്വം എന്താണ്? നാം ചെയ്യുന്ന വികർമ്മത്തിന്റെ ഫലം നാം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. വേറെ ആരും അതിനകത്ത് പങ്കില്ല. കാരണം എന്താ? നമ്മളെല്ലാം ഇൻഡിവിജ്വൽ ആണ്, ഓരോ വ്യക്തികളാണ്, ഓരോ ആത്മാക്കളാണ്. സുഖമായാലും ദുഃഖമായാലും ഓരോ വ്യക്തികളാണ്, നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ ആണ് ഏതുള്ളത്? മൂന്നാമത്തത് അകർമ്മം. ഇതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ. ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ് എന്ത്? അകർമ്മം. ഭഗവത് പ്രീതിക്കായിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങള്. ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഫലം ആഗ്രഹിക്കാതെ ഭഗവത് പ്രീതിക്കായിട്ട് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന പ്രവൃത്തികള്. കുറച്ചൊരു ഡിലേ ആയി. അപ്പം ഇതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ. ഫലം ആഗ്രഹിക്കാതെ ഭഗവാന്റെ പ്രീതിക്കായിട്ട് മാത്രം ചെയ്യുന്ന പ്രവൃത്തികള്. ഇതിനെന്താണ്? പാപവുമില്ല, പുണ്യവുമില്ല. പിന്നെ എന്തു പറ്റും? നമ്മളെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കും. അകർമ്മത്തിന് പാപവും ഉണ്ടാകത്തില്ല, എന്തുണ്ടാകത്തില്ല? പുണ്യവും ഉണ്ടാവുകയില്ല. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അത് ചെയ്താൽ അവസാനം എന്ത് പറ്റും? നേരെ നമ്മൾ എവിടോട്ട് പോകും? ഭഗവത് ധാമത്തിലോട്ട് പോകും. അതാണ് അകർമ്മം. മനസ്സിലായി? കർമ്മം, പിന്നെ വികർമ്മം, അകർമ്മം. അതിൽ ഏറ്റവും ടോപ്പാണ് അകർമ്മം. അതാണ് ഒരു ഫലേച്ഛയുമില്ലാതെ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ. അവിടെ എന്താണ്? ഒരു ലാഭേച്ഛയുമില്ല, സ്നേഹം മാത്രം. എല്ലാ പ്രവൃത്തിയും ഭഗവാന് സമർപ്പിക്കുമ്പോഴെന്ത്? അത് അകർമ്മമാകുന്നു. അത് നമ്മളെന്താണ്? ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ബന്ധനം ഉണ്ടാവുകയില്ല, മറ്റെല്ലാം നമ്മുടെ ബന്ധനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നത് 9-ാം അധ്യായം 27-ാമത്തെ ശ്ലോകത്തില്, യത്കരോഷി യജസ്നാസി യജ്ജുഹോഷി ദദാസി യത്തമസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. യത്കരോഷി യജസ്നാസി യജ്ജുഹോഷി ദദാസി യത്തമസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. യത്കരോഷി, നീ എന്ത് ചെയ്യുന്നുവോ, യജസ്നാസി, നീ എന്ത് ഭക്ഷിക്കുന്നുവോ,
യജ്ജുഹോഷി, നീ എന്ത് ഹോമിക്കുന്നുവോ, അല്ലെങ്കിൽ എന്ത് യജ്ഞം ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് തപസ് ചെയ്യുന്നുവോ, കുന്തിപുത്ര, അതൊക്കെയും എന്ത് ചെയ്താലും എനിക്കായിട്ട് സമർപ്പിച്ചാലും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്താലും എന്ന് പറയുന്നത് അല്ലേ, അതെല്ലാം എനിക്കുള്ള സമർപ്പണമായിട്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്താലും എന്ത് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് ചെയ്യുക. ജീവിതത്തിലെ ലൗകികവും ആത്മീയവുമായ എല്ലാ പ്രവൃത്തികളും എന്ത് ഫലേച്ഛ കൂടാതെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് പറ്റും? മനുഷ്യനെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, പിന്നെ പറയാം നമ്മുടെ ധർമ്മം എന്താണ് എന്ന്. ഭാഗവതത്തില് പ്രഥമ സ്കന്ധത്തില് 2-ാം അധ്യായത്തില് 6-ാം ശ്ലോകത്തിൽ പറയുന്നത് നമ്മുടെ ധർമ്മം എന്ത്. സവൈ പുംസാം പരോ ധർമ്മോ യഥോർഭക്തിരധോക്ഷജേ അഹേതുകീ അപ്രതിഹത യയാത്മാ സുപ്രസീദതി സവൈ പുംസാം പരോ ധർമ്മോ. മനുഷ്യവർഗത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം എന്ന് പറയുന്നത് യഥോ ഭക്തിരധോക്ഷജേ, ഇന്ദ്രിയജ്ഞാനത്തിന് അതീതനായ ഭഗവാനോട് ഭക്തി ഉണ്ടാകുക എന്നതിലൂടെയാണ്. അല്ലെങ്കിൽ ഏതിലൂടെയാണോ ഭഗവാന് ഇഷ്ടമുണ്ടാകുന്നത്, അതാണ് ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അഹൈതുക്കി, യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ, പിന്നെ അപ്രതിഹത, ഒരു തടസ്സവുമില്ലാതെ നിരന്തരം. അങ്ങനെയാണ് നമ്മൾ ഭഗവാൻ, അതാണ് നമ്മുടെ ധർമ്മം, ഭഗവാനിൽ പ്രീതി ഉളവാക്കുക. അതെന്താണ് വേണ്ടത്? യത്കരോഷി യജസ്നാസി, നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ഭക്ഷിക്കുന്നു, ഇതെല്ലാം ഭക്ഷണം ഭഗവാന് നിവേദിച്ചതിന് ശേഷം അത് ഭഗവാന്റെ പ്രസാദമായിട്ട് കഴിക്കുക. എന്തൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാല് അത് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് കരുതിയിട്ട് ചെയ്യുക. അതിന്റെ ഒരു അംശം ഭഗവാന് കൊടുക്കുക. അപ്പം ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വര ഭക്തി. ഇവിടെ ഈ കർമ്മങ്ങളുടെ ഒരു സമയക്രമമുണ്ട്, ഈ കർമ്മഫലങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ നമുക്ക് കിട്ടുന്നത്, അല്ലെ? അതുകൊണ്ട് അതെന്തൊക്കെയാണ്? അതിനെയാണ് പറയുന്നത് സഞ്ചിത കർമ്മം, അല്ലെ? പിന്നെയോ പ്രാരാബ്ധ കർമ്മം, അല്ലെ? അഗാമി കർമ്മം അല്ലെങ്കിൽ ക്രിയമാണ കർമ്മം. ഇപ്പം ഇത് ഒരു ബാങ്കിലെ ഡിപ്പോസിറ്റ് പോലെയാണ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയാണ് ഈ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. എന്താണ്? അനേകം ജന്മങ്ങളിലൂടെ നാം സമ്പാദിച്ച വെച്ചിട്ടുള്ള പാപപുണ്യങ്ങളുടെ ആകത്തുകയാണെന്ത് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? ബാങ്കിലെ ഡിപ്പോസിറ്റ് പോലെ, ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ സഞ്ചിത കർമ്മം. നമ്മൾ കോടാനുകോടി ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ആ ജന്മങ്ങളിലൂടെ എല്ലാം സമ്പാദിച്ചു വെച്ചിട്ടുള്ള പാപപുണ്യങ്ങളുടെ ആകത്തുകയാണെന്ത് സഞ്ചിത കർമ്മം. ഇതൊരു വലിയ ഗോഡൌൺ പോലെയാണ്, സ്റ്റോർ പോലെയാണ്. അപ്പം ലക്ഷക്കണക്കിന് പ്രവർത്തികളുടെ ഫലങ്ങൾ അവിടെ നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മള് മുൻജന്മങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ ഒരു സഞ്ചിയിൽ നിറച്ചു വെച്ചിരിക്കുകയാണ് ഗോഡൌണില്. നീ അന്ന് ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ജന്മം നീ ഇന്നതായിട്ട് വാ. അപ്പൊ അതെല്ലാം റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്, അവിടെ നമ്മളെ കാത്തിരിക്കുന്നു. പ്രാരാബ്ധ കർമ്മം, അതിനെ നമ്മുടെ കയ്യിലുള്ള പണമായിട്ട് കാണാം. സഞ്ചിത കർമ്മത്തിൽ നിന്നും മുമ്പേ പറ സഞ്ചിത കർമ്മം, ആ സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഈ ജന്മത്തില് അനുഭവിക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു ചെറിയ ഭാഗം, ഇതാണ് നമ്മുടെ മരണം, ജനനം, ഏത് മാതാപിതാക്കൾ വേണം, നമ്മുടെ ശരീരം, നമ്മുടെ ബുദ്ധി, അല്ലേ? അപ്പൊ ഇതൊരു വില്ല് പോലെയാണ്, ഒരു അമ്പ് പോലെയാണ്, വില്ലിൽ നിന്ന് ഒരു അമ്പ് പോലെയാണ്, അതിനെ വിട്ടുകഴിഞ്ഞാൽ തടയാനാകില്ല. അതാണ് പ്രാരാബ്ധ കർമ്മം. കാരണം നമ്മൾ അത് ആ ഒരു കർമ്മം കൊണ്ടാണ് ഇവിടെ ഈ ഏതൊക്കെ രീതിയിൽ ജന്മം എടുക്കുന്നതും നമ്മൾ ഇവിടെ അനുഭവിക്കുന്നതും ഒക്കെ. കുറച്ചെടുത്തോണ്ട് വന്നതാണ് എവിടുന്ന്? സഞ്ചിയിൽ നിന്ന്. പിന്നെയാണെന്ത്? അഗാമി കർമ്മം അല്ലെങ്കിൽ ക്രിയമാണ കർമ്മം, പുതിയ നിക്ഷേപം. ഈ ജന്മത്തിൽ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെവിടപ്പോ അതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റേ സഞ്ചിയിൽ.
അല്ലെങ്കിൽ നമ്മുടെ വിവേക ബുദ്ധി കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ തിരഞ്ഞെടുപ്പുകള്, ഇതൊക്കെ എന്താവും? ഇത് ഭാവിയില് ഈ സഞ്ചിത കർമ്മത്തിന്റെ ഭാഗമായിട്ട് മാറും. അതാണ് അഗാമി കർമ്മം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങള്. അപ്പം ധൃതരാഷ്ട്രര് ഭഗവാനോടൊരു ചോദ്യം ചോദിക്കും. 100 മക്കൾ മരിച്ചതിന് ശേഷം ഞാന് എന്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് കഴിഞ്ഞ 50 ജന്മങ്ങൾ ഞാൻ നോക്കി. ഒരൊറ്റ ജന്മത്തിലും ഞാൻ എന്ത് ചെയ്തില്ല? ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എനിക്ക് ഈ ശിക്ഷ തന്നേന്ന്? പറയും, മഹാരാജാവേ, അങ്ങൊരു 100 ജന്മങ്ങൾ കൂടി പിന്നോട്ട് പോയി നോക്കൂ. ആ ജന്മത്തിൽ, ആ 100ാമത്തെ ജന്മത്തില് അദ്ദേഹം ആരായിരുന്നു? ഒരു വേട്ടക്കാരനായിരുന്നു. അന്നൊരു പക്ഷിക്കൂടിന് തീയിട്ടിട്ട് 100 പക്ഷിക്കുഞ്ഞുങ്ങളെ കൊല്ലുകയുണ്ടായി. ആ പാപത്തിന്റെ ഫലമാണ് എന്ത്? ഇന്ന് അനുഭവിക്കുന്നത്. ഓർത്തു നോക്കുക, 100 ജന്മങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ 100 ജന്മം എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം വല്ല മൃഗമായിട്ടും ഒക്കെ വന്നിട്ടുണ്ടാവും. കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാവാം. ഏ അപ്പൊ ഇതിൽ മനസ്സിലാക്കുന്നത് എന്താണ്? കർമ്മഫലം ഉടനെ നമുക്ക് ലഭിക്കില്ല. അത് അനുഭവിക്കാനുള്ള സാഹചര്യം ഒത്തുവരുന്നത് വരെ പ്രകൃതി കാത്തു നിൽക്കും. പാപം ഒരിക്കലും എവിടെ പോയില്ല? മാഞ്ഞു പോകില്ല. അപ്പം പാപമൊക്കെ മാഞ്ഞു പോകും. എങ്ങനെയാണത്? ഭാഗവതം നൽകുന്ന സന്ദേശം, നമ്മുടെ സഞ്ചിത കർമ്മം എന്ന വലിയ കുന്നിനെ എങ്ങനെ ഇല്ലാതാക്കാം? ഈ കർമ്മങ്ങളെല്ലാം ഇല്ലാതാക്കാം. ഒരു സിമ്പിൾ കാര്യം. വിറക് കൂട്ടിയിട്ട കുന്നിനെ നശിപ്പിക്കാൻ ഒരു ചെറിയ തീപ്പൊരി മതി. അതുപോലെ ഭക്തിയും നാമജപവും നമ്മുടെ പാപങ്ങളെ ദഹിപ്പിച്ചു കളയുമെന്നാണ് പറയുന്നത്. ഭക്തിയും നാമജപവും എല്ലാത്തിനെയും ദഹിപ്പിച്ചു കളയും. ചിലപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും, പലരും മാംസാഹാരം കഴിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷേ പെട്ടെന്നൊന്നും ആർക്കും ഇതിനകത്തുനിന്ന് മാറാൻ പറ്റില്ല. പക്ഷെ എപ്പം മാറാൻ പറ്റും? എപ്പോഴാണോ അവർ ഭഗവാന്റെ നാമം ജപിച്ചു തുടങ്ങുന്നത്, അല്ലെ, ഭക്തരാവുന്നത്, ആ സമയത്ത് കുറെ നാമമൊക്കെ ജപിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? അവരെ തനി തനിയെ അതിൽ നിന്നെല്ലാം പിൻവാങ്ങും. നമ്മുടെ ധർമ്മം, ഓരോ യുഗത്തിലും ധർമ്മമുണ്ട്. നമ്മളിപ്പോ ചെയ്യുന്നത് കർമ്മം ഏതാണ്? വീട്ടുകാരെ നോക്കുന്നതും ബന്ധുക്കളെ നോക്കുന്നതും ഒക്കെ, അല്ലേ? പക്ഷെ അകർമ്മമുണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അകർമ്മം? ഓരോ യുഗത്തിലും ഓരോ യുഗധർമ്മമുണ്ട്. ഭാഗവതം 12ാം സ്കന്ധത്തില് 3ാം അധ്യായം 52ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും, എന്താണ്? കൃതേയ ധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഖൈ ദ്വാപരേ പരിചര്യായാം കലൗ തത് ഹരികീർത്തനാത്. ഹരികീർത്തനാത്. ഹൃദയധ്യായതോ വിഷ്ണു. യുഗധർമ്മങ്ങള് സത്യയുഗത്തില് എന്തായിരുന്നു? വിഷ്ണു ധ്യാനം. ത്രേതായാം യജതോ മഖൈ. യജ്ഞങ്ങൾ ത്രേതായ യുഗത്തില്. ദ്വാപരെ പരിചര്യായാം. ദ്വാപര യുഗത്തില് ആരാധന, ഭഗവാന് പൂജ, പാദസേവ. കലിയുഗത്തില് കലോ തത് ഹരികീർത്തനാണ്. എന്തുകൊണ്ടാ ഹരികീർത്തനം? ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രമാണ് ഈ യുഗത്തിലെ ധർമ്മം. എന്തുകൊണ്ടാണ്? അല്പായുസുകളാണ് നമ്മള്, മന്ദബുദ്ധികളാണ്. അതുകൊണ്ടാണ് ഈ നമ്മള് ഓരോ ക്ഷേത്രത്തിൽ നിന്നിട്ട് പ്രാർത്ഥിക്കും, ഓരോ ദേവീ ദേവതമാരോടും എനിക്ക് ഇന്നത് തരണേ, അത് തരണേ എന്ന്. പക്ഷെ അവരവിടെ നിന്ന് ചിരിക്കും. എന്തുകൊണ്ടാണ്? അവര് പോലും ആഗ്രഹിക്കുന്നത് ഈ കലിയുഗത്തിലൊരു മനുഷ്യജന്മം കിട്ടാനാണ്. കാരണം ഈസി ആയിട്ട് ഭഗവാന്റെ നാമം ജപിച്ചത് കൊണ്ട് മാത്രം ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകും. സഞ്ചിത കർമ്മവും എല്ലാ കർമ്മങ്ങളും അതോടുകൂടി ഇല്ലാതെയാകും. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വൈദിക ശാസ്ത്രം പറയുന്നു എന്ത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഷോഡശകം നാംനാം കലി കൽമശനാശനം നാദപരതരോപായ സർവവേദേഷു ദൃശ്യതേ. ഈ 16 നാമങ്ങൾ കൽമശം, കലിയുഗത്തിലെ കൽമശം മാറ്റാൻ വേണ്ടിയിട്ട് ഈ 16 നാമങ്ങൾ മാത്രമേ ഉള്ളൂ മാർഗം. സർവവേദേഷു ദൃശ്യത. വേറെ ഒന്നും തന്നെ വേദങ്ങളിൽ പറയുന്നില്ല. കൽമഷം, അല്ലേ? മാത്സര്യം, മതം,
അതും ഇതും എല്ലാം ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തേ പറ്റൂ? ഹരിനാമത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം മുൻയുഗങ്ങളിലെ കഠിനമായ തപസ്സും യജ്ഞങ്ങളും വഴി ലഭിച്ചിരുന്ന അതേ പരമപദം കലിയുഗത്തില് ഭഗവത് നാമം ജപിക്കുന്നതിലൂടെ സുഗമമായി ലഭിക്കുമെന്ന് ആര്? ഭഗവാൻ ഇവിടെ ഉറപ്പ് നൽകുന്നത്. അപ്പം നമ്മൾ വിതയ്ക്കുന്നതേ കൊയ്യൂ. എന്താണ്? നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. കലിയുഗത്തിലെ യുഗധർമ്മമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. അതല്ലാതെ വേറെ ഒരു പോംവഴിയും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയില്ല, ഭൗതിക ലോകത്തിൽ നിന്ന് ഉയർത്തുകയില്ല. ഭൗതിക ലോകത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ പ്രീതിപ്പെടുത്തണം. ഭഗവത്ഗീത വിശദമായിട്ട് പഠിക്കണം. ഭഗവത്ഗീതയിലെ ഓരോ വാക്കുകളും നമ്മൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് വെച്ച് നമ്മളത് മനസ്സിലാക്കണം. ആത്മാവിനെ കുറിച്ച് പഠിക്കണം, ആത്മാവിനെ മനസ്സിലാക്കണം. ഞാൻ ഈ ആത്മാവാണ് എന്ന് എന്താണ് എപ്പോഴും ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ മാത്രമേ അനുഭവിക്കൂ, വേറെ ബന്ധുക്കൾ ആരും വരികയില്ല. രാവിലെ മുതൽ ഓട്ടമാണ്, ഇല്ലേ? മക്കളെ സേവിക്കാനും മക്കൾക്ക് വേണ്ടി അതുണ്ടാക്കാനും ഇതുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യാത്രയില്ല. ജോലിക്ക് പോകണം, അടുക്കളയിൽ ജോലി, അല്ലെങ്കിൽ പ്രഭുക്കന്മാരാണെങ്കിൽ അവിടെ ജോലി ഇവിടെ ജോലി, അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ. പക്ഷെ ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യണം, അത് കർമ്മമാണ്. കാരണം നമ്മൾ കാരണമാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ ജന്മമെടുത്തത്. അതോടൊപ്പം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. നാമം ജപിക്കാൻ മാറ്റിവെക്കണം, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ മാറ്റിവെക്കണം. മരണവേളയില് എന്താണ്, നമുക്കിതൊന്നും ഓർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ ആൾക്കാരെല്ലാം പറയും എന്ത്, 60 വയസ്സാവട്ടെ ഞാൻ ചെയ്തോളാം, 70 വയസ്സാവട്ടെ ചെയ്തോളാം. ആഗ്രഹമാണ് 60 വയസ്സ് വരെ ജീവിക്കുമെന്ന്, അല്ലേ? എപ്പോഴാന്നറിയത്തില്ല വിളി വരുന്നത്. പുള്ളിക്കാരൻ പോത്തിന്റെ പുറത്ത് കയറിയിട്ട് ഏത് നിമിഷമാ വരുന്നതെന്ന് അറിയത്തില്ല. എന്നിട്ട് നമുക്ക് ആഗ്രഹമാ. നമ്മളെന്താണ് പറയുന്നത്? ഒരു 70 വയസ്സ് കഴിയട്ടെ, ചില ഒരു 80 വയസ്സ് കഴിയട്ടെ, എന്നാലേ ഒന്ന് കൊച്ചുമക്കളും ഒക്കെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നമ്മൾ ഇതൊക്കെ ചെയ്യാം. ജീവിച്ചിരിക്കുന്നത് വല്ല ഉറപ്പുണ്ടോ? നാളെ ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ടോ? അടുത്ത നിമിഷം ജീവിക്കുന്ന ഉറപ്പുണ്ടോ? ഉറപ്പുമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വൈദിക ശാസ്ത്രം ഭഗവാൻ നമുക്ക് തന്നത്. അവിടെ ജനനം മുതൽ നമ്മൾ തുടങ്ങേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഗർഭപാത്രത്തിൽ വഹിക്കുന്ന സമയത്ത് ആ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളാ, അവിടുന്ന് ഇത് തുടങ്ങണം. അതിനാണ് നമുക്ക് പല പല സംസ്കാരങ്ങളുള്ളത്. ഗർഭാവസ്ഥയിൽ എങ്ങനെ ചെയ്യണം, ഗർഭാവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലേ? വിവാഹത്തിന് എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത്, ഇതിനൊക്കെ ഓരോ ചട്ടങ്ങളും ക്രമീകരണങ്ങളും ഉണ്ട്. പക്ഷെ ഇക്കാലത്ത് നമ്മൾ ഇതൊന്നും പാലിക്കുന്നില്ല. അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. എല്ലാ വേദശാസ്ത്രങ്ങളും എവിടെയും പറയുന്നത് എന്താണ്? കലിയുഗത്തിൽ നമുക്ക് രക്ഷ നേടണമെങ്കിൽ എന്താണ്? ഭഗവാന്റെ നാമം ഉച്ചരിക്കണം. പലരും വേദങ്ങളുടെ പുറകെ പോകാറുണ്ട്, തെറ്റാന്നല്ല പറയുന്നത്, പോകാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അതിലെ ശ്ലോകങ്ങൾ കേൾക്കാനും മന്ത്രങ്ങൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടി, കടിച്ചാ പൊട്ടാത്ത മന്ത്രങ്ങൾ പറഞ്ഞ് ആൾക്കാരെ വീഴ്ത്താനും ആൾക്കാരെ ഇംപ്രസ് ചെയ്യാനും ഒക്കെ. പക്ഷേ വേദം പുനഃസ്ഥാപിച്ച ആരാണ്? ശങ്കരാചാര്യൻ. എന്താണ് അമ്മയുടെ അവസാന കാലത്ത് അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞത്? ആരെല്ലാം പറയാവോ? മറ്റുള്ളവരുടെ അടുത്തെല്ലാം ഇത് അത് ചെയ്യുന്നെല്ലാം പറഞ്ഞു. പക്ഷേ അമ്മ മരിക്കാറായ സമയത്ത് ശങ്കരാചാര്യർ പോയിട്ട് എന്താണ് പറഞ്ഞത്? ഗോവിന്ദം ഭജ മൂഢമതേ, അല്ലേ? ഗോവിന്ദനെ ഭജിക്കാനാ പറഞ്ഞത്. ഇല്ലാത്തവരെല്ലാം മൂഢന്മാരാണ്. സംപ്രാപ്യേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുരൻകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ.
ഇത്രയും നാള് നീ പഠിച്ചു വെച്ചിരുന്ന ഇത്രയും നാളും പഠിച്ചു വെച്ചിരുന്ന ഒന്നും എന്ത് ഫലവത്താകുകയില്ല. ഒരു കാര്യങ്ങളും രക്ഷയ്ക്കെത്തുകയില്ല. എന്ത് മാത്രമാണ് രക്ഷയ്ക്കെത്തുന്നത്? ഗോവിന്ദനെ ഭജിക്കുന്നത്. അത് മാത്രമേ രക്ഷയ്ക്കെത്തൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണോ ഈ അറിവ് കിട്ടുന്ന അന്നേരെ പരിശീലിക്കണം. അല്ലാതെ വേണ്ട, ഞാൻ മരണക്കിടക്കയില് കിടക്കുന്ന സമയത്ത് ഞാൻ കൃഷ്ണനെ ഓർത്തോളാം, ഞാൻ നേരെ ഗോലോകത്തിൽ പോയിക്കൊള്ളാം എന്ന് വിചാരിക്കും. പറ്റുമോ നമുക്ക്? പറ്റത്തില്ല. ഭഗവാനെ പറ്റിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ദിവസവും നാമം ജപിക്കണം, ദിവസവും ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. അതേ ഉള്ളു ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. നമ്മൾ ചിന്തിക്കും കുറച്ച് പൈസ കൊണ്ട് രക്ഷപ്പെടാം, കടങ്ങൾ തീർക്കാം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ അങ്ങനെ പോകാം, ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറ്റാം, വലിയ ആശുപത്രിയിൽ പോയി അസുഖം മാറ്റാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ ചിന്തിക്കുക, ഇതെല്ലാം മാറ്റി ഈ ജന്മം മരിച്ചു പോയാലും വീണ്ടും വരേണ്ടി വരും. വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഈ 14 ലോകത്തിനും അപ്പുറം പോകണം, ആ ബൗണ്ടറി കടക്കണം. എങ്ങനെയും ഈ 14 ലോകത്തിനും അപ്പുറം കടക്കണം. പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരികയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് വേണം എന്ത്? നമ്മൾ ശ്രമിക്കാൻ. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക, നാമം ജപിക്കുക, ഭഗവത്ഗീത കേൾക്കുക, ഭാഗവത കഥകൾ കേൾക്കുക, മുടങ്ങാതെ ക്ലാസ്സുകൾ കാണുക, ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. പതിയെ പതിയെ നമ്മൾ ഈ ഒരു ഭഗവത്ഗീത തീരുമ്പോഴേ എന്താവും? എല്ലാവരും അകർമ്മത്തിന്റെ ആ ഒരു ലെവലിലേക്ക് എല്ലാവരും എത്തിച്ചേരും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.